മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SIR പരിഷ്കരണവും ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. SIR വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്നത് ദുരുദ്ദേശപരമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കാണാപ്പുറങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര വഖഫ് നിയമപ്രകാരം വഖഫ് സ്വത്തുക്കൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നതിനും സംശയ നിവാരണത്തിനുമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വഖഫ് നിയമത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ വിവരണം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിച്ച് കർണാടകയിലെ മുഴുവൻ സ്വത്തുക്കളും അപ്ലോഡ് ചെയ്ത കർണാടക സർക്കാർ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം നോക്കി SIR വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവ കൊണ്ടുവന്നത് ദുരുദ്ദേശപരമാണെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. ഇതൊക്കെ വളരെ ഇപ്പോൾ നമുക്കറിയാം. SIR വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സമയം കൊടുത്ത് സാവകാശം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സമയം കൊടുത്ത് സാവകാശം ചെയ്യേണ്ട ഒരു കാര്യം. സമയമില്ല, വേഗം എന്താ ഈ രാജ്യം യുദ്ധകാലടിസ്ഥാനം ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ വോട്ട് റൈറ്റ്, എവരി ഇന്ത്യൻ സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു വോട്ട്. അവരുടെ അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സമയമില്ലാതാക്കി ബുദ്ധിമുട്ടാക്കി പോവാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ റീസെൻ്റ്ലി അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വി ഹാഡ് കോൾഡ് ഓൾ ദി മുസ്ലിം ഓർഗനൈസേഷൻസ്. കർണാടക വഖഫ് ന്യൂനപക്ഷ ഹൗസിംഗ് വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി A. അബ്ദുൽ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. സെയ്ദ് ഹാദി തങ്ങൾ പ്രാർത്ഥന നടത്തി. പ്രമുഖ നിയമവിദഗ്ധനും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വിഷയാവതരണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, N. നെല്ലിക്കുന്നി MLA, AKM അഷ്റഫ് MLA, KPCC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലി, കർണാടക PCC വൈസ് പ്രസിഡന്റ് ഇനായത്ത് അലി, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ചെങ്കള അബ്ദുല്ല ഫൈസി, സെക്രട്ടറി സിദ്ദിഖ് നദ്വി ചേരൂർ, മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളി ഖത്തീബ് അബ്ദുൽ മജീദ് ബാക്കവി, മുഹിമാത്ത് ജനറൽ സെക്രട്ടറി BS അബ്ദുല്ല കുഞ്ഞി ഫൈസി, KNM ജില്ലാ സെക്രട്ടറി AP സൈനുദ്ദീൻ, KNM മർക്കസുദ്വ ജില്ലാ സെക്രട്ടറി അബ്ദുർ റൌഫ് മദനി, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി ഷഫീഖ് നസറുള്ള, SMF ജില്ലാ ജനറൽ സെക്രട്ടറി APP കുഞ്ഞഹമ്മദ് ചന്ദേര, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ കൺവീനർ ഇംതിയാസ്, MES ജില്ലാ സെക്രട്ടറി ആരിഫ് കാപ്പിൽ, MSS ജില്ലാ പ്രസിഡന്റ് VKP ഇസ്മായിൽ ഹാജി, ഇമേജ് കാസർഗോഡ് സെക്രട്ടറി അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, KEA ബക്കർ, AM കടവത്ത്, TA മൂസ, അബ്ദുൽ റഹ്മാൻ 14, M അബ്ബാസ്, AB ഷാഫി, TCA റഹ്മാൻ, അബ്ദുല്ല കുഞ്ഞി ചെർക്കള, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങി നിരവധി പ്രമുഖർ കൺവെൻഷനിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.